പിറവം രാമമംഗലത്ത് വീട്ടമ്മയ്ക്കും 4 മക്കൾക്ക് നേരെ ആസിഡാക്രമണം ഉണ്ടായ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന ഭാര്യയും മക്കളെയും ആസിഡൊഴിച്ച് കൊല്ലാൻ ശ്രമിച്ചത് രണ്ടാം ഭർത്താവായ റെനിയാണ്. റെനിയെ രാമമംഗലം പോലീസ് പിടികൂടിയിരിക്കുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്മിതയ്ക്കും 4 മക്കൾക്കും നേരെ ആസിഡാക്രമണം ഉണ്ടായത്. 14 വയസ്സുള്ള മക്കളുടെ മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. കുട്ടിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടില്ല എന്ന് ഡോക്ടർ പിന്നീട് അറിയിച്ചു. രാമമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സ്മിതയുടെ രണ്ടാം ഭർത്താവ് റെനി പിടിയിലായത്. കയ്യിൽ ആസിഡ് വീണ് പൊള്ളലേറ്റതിന്റെ പാട് കണ്ടെത്തിയതിനെ തുടർന്നാണ് റെനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിൽ നിന്നാണ് സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. വീട്ടമ്മയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികളെ റെനി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും റെനി ജയിലിലാവുകയും ചെയ്തിരുന്നു. ഏതാനും ദിവസം മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. കേസിൽപ്പെടുത്തിയതിനും ജയിലിലാക്കിയതിനും പ്രതികാരമായാണ് ആസിഡാക്രമണം നടത്തിയതെന്നാണ് വിവരം. പൊള്ളലേറ്റ കുട്ടികൾ ഇപ്പോൾ ചികിത്സയിലാണ്. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആസിഡ് ഒഴിച്ച ശേഷം റെനി കുട്ടികൾക്കൊപ്പം ഉറങ്ങുകയും ഒന്നും അറിയാത്തതായി നടിക്കുകയും ചെയ്തിരുന്നു. റെനിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായ തെളിവെടുപ്പ് നടത്തി. നെയ്ത്തുശാലപ്പടിയിൽ റോഡരികിലെ അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് സ്മിതയും 4 മക്കളും കഴിയുന്നത്. എന്നാൽ ഈ കുടുംബത്തിന് നേരെ ഇന്നലെ രാവിലെയും അതിക്രമം നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇവരുടെ വീടിന് ആരോ തീവെച്ചത്. ഈ സമയം സ്മിതയും കുട്ടികളും സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. എന്നാൽ പിന്നീട് വീട്ടുപകരണങ്ങളെല്ലാം കത്തി നശിക്കുകയായിരുന്നു. തുടർന്ന് കത്തി നശിച്ച ഉപകരണങ്ങളെല്ലാം വെളിയിലാക്കിയതിനു ശേഷം വളരെ സങ്കടത്തോടെ ബെഡ്ഷീറ്റ് വിരിച്ചവർ കിടന്നുറങ്ങുകയായിരുന്നു. വെളുപ്പിന് 3 മണിയോടെ എന്തോ വെള്ളം ജനലിലൂടെ എല്ലാവരുടെയും ശരീരത്തിൽ വീഴുകയും ഞെട്ടി ഉണർന്ന് പുറത്തിറങ്ങുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ആസിഡ് മുഖത്ത് വീണെന്നവർ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ രാമമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും രാമമംഗലം വാർഡ് മെമ്പറും സംഭവ സ്ഥലത്തെത്തി സ്മിതയെയും കുട്ടികളെയും പിറവം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആംബുലൻസിൽ ഉടൻ തന്നെ കോട്ടയം ESI ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിൽ നിന്നും ESI ഹോസ്പിറ്റൽ ENT ഡോക്ടർ എത്തി പരിശോധിച്ചതിൽ നിന്നും മൂന്നാമത്തെ മകളായ സ്മിനയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുകയായിരുന്നു. എന്നാൽ പിന്നീട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്കായി മറ്റൊരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് അടിയന്തരമായി വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടെന്ന് രാവിലെ തന്നെ ഡോക്ടർ അറിയിച്ചിരുന്നു. 9, 7, 6 ക്ലാസ്സുകളിൽ പഠിക്കുകയാണ് സ്മിതയുടെ മക്കൾ. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെയും കുട്ടികളെ ഉപദ്രവിച്ചതിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായിരുന്ന ഇദ്ദേഹം പിന്നീട് ജയിൽ മോചിതനാവുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.